വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് മലയാളികളുടെ ആവേശമായി മാറിയ വി എസ് അച്യുതാനന്ദൻ്റെ 102ാം ജന്മദിനമാണ് ഇന്ന്. നമുക്കറിയാം വി എസ് ഇല്ലാത്ത ആദ്യ ജന്മദിനം കൂടിയാണ്. എന്തായാലും വി എസിൻ്റെ ഈ ആലപ്പുഴയിലെ വീട്ടിലാണ് ഞാനുള്ളത്. ഈ വി എസിൻ്റെ അഭാവത്തിലും വി എസിൻ്റെ ജന്മദിനമെല്ലാം തന്നെയും ആഘോഷിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഇന്നലെ തന്നെ വി എസിൻ്റെ ഭാര്യയും മകനൊക്കെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ മകൻ അരുൺകുമാർ നമ്മളിപ്പോൾ ചേരുകയാണ്. വി എസ് ഇല്ലാത്ത ആദ്യ ജന്മദിനം കൂടിയാണ്. അതെ അതെ, നമ്മൾ സാധാരണ തിരുവനന്തപുരത്താണ് അച്ഛൻ്റെ ജന്മദിനത്തിൽ എല്ലാവരും ഉണ്ടാകുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് അച്ഛൻ വയ്യാതെ നമ്മുടെ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ചെറിയ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ പായസമൊക്കെ വെക്കുക എന്നുള്ള ചെറിയ കേക്ക് മുറിയൊക്കെ ആയിരുന്നു. അതിനു മുമ്പേ അച്ഛനെന്നും പ്രോഗ്രാമുകളും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മാത്രമേ വീട്ടിലുണ്ടാകുമായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അച്ഛൻ യാത്രയായ ശേഷം ഞങ്ങൾ ഇങ്ങി പോകുന്നു. ഇവിടെ അമ്മയും കുടുംബാംഗങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ സ്മൃതിയിടത്തിനൊന്ന് പോകണം. നിറയെ ആളുകൾ ഇവിടെ ഇങ്ങനെ എന്നും വന്നു പോകുന്നൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ബന്ധുക്കളും എല്ലാം ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് ഇവിടെ ചേർന്നിരിക്കുകയാണ്. ഈ വേദിക്കകത്ത് വീട്ടിലേക്ക് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വി എസ് ഇല്ലാഞ്ഞിട്ടും വി എസിൻ്റെ ജന്മദിനം, കൂടാതെ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ 79ാം വാർഷിക ദിനാചരണമാണ്. എവിടെയൊക്കെയാണെങ്കിലും വി എസ് ഈ ദിനങ്ങളിൽ ആലപ്പുഴയിലുണ്ടാകും അല്ലേ? പക്ഷേ ഇന്നോട്ടാണ് പുന്നപ്ര വയലാറിൻ്റെ വാർഷികം ആരംഭിക്കുന്നത്. അച്ഛൻ സാധാരണ 23-നാണ് വരുന്നത്. 23-ആണ് പുന്നപ്ര രക്തസാക്ഷി ദിനം. അന്ന് രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കാനും വൈകുന്നേരത്തെ പൊതുസമ്മേളനം സംസാരിക്കാൻ എത്രയോ കൊല്ലമായി അച്ഛൻ്റെ ഒരു റുട്ടീൻ പ്രോഗ്രാമാണ്. വയ്യാതായ ശേഷമാണത് വരാതിരുന്നത്. ഞാൻ അച്ഛന് വേണ്ടി ഞാൻ പുഷ്പചക്രം അർപ്പിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷമായിട്ട്. എന്നാലും എത്രയോ കൊല്ലമായി എൻ്റെ ഓർമ്മയിൽ, അല്ലെങ്കിൽ പുന്നപ്രവലാറിൻ്റെ വാർഷിക ആരാചരണം തുടങ്ങിയ അന്ന് മുതൽ അച്ഛനാണ് അതിൻ്റെ പ്രധാന സംഘാടകൻ, പ്രധാന പ്രവർത്തകൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അച്ഛനാണ് നോക്കുന്നത്. അപ്പോൾ അതും ആ വാരാചരണവും ഇപ്പോൾ നടക്കുകയാണ്. വി എസിൻ്റെ ഈ വീട്ടിൽ കയറുമ്പോൾ ആ ചുവരുകളെല്ലാം തന്നെ, നമ്മുടെ മതിൽ ചുവരുകളിലൊക്കെ തന്നെ വി എസിൻ്റെ ജീവിതത്തിൽ പല സുപ്രധാനമായ നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാം. 10ഓളം ചുമർ ചിത്രങ്ങളുണ്ട്. ലളിതകലാ അക്കാദമി അവിടെ ചിത്രം വരച്ചാണല്ലോ ഇതിൻ്റെ. അതെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ അച്ഛൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് ചുമർ ചിത്രങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല രീതിയിൽ പല സ്ഥലങ്ങളിലും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പലരും വന്ന് നോക്കിയിരുന്നു. ഭാഗ്യവശാൽ അക്കാദമിയുടെ പ്രവർത്തകർ വളരെ സന്തോഷത്തോടെ അത് ചെയ്യാം എന്ന് പറഞ്ഞ് എത്തി. അവർ നന്നായി അത് ചെയ്തു കണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ വി എസ് നമുക്കറിയാം, ഈ തലമുറ മുതൽ വരും തലമുറയെ കൂടി പ്രചോദിപ്പിക്കുന്ന ആവേശമായ ആൾക്കൂടിയാണ് വി എസ്. വി എസിൻ്റെ ഒരു ജീവിതവും അതൊക്കെ വരും തലമുറയോട് പഠിക്കേണ്ട, അതിനു വേണ്ടിയുള്ള സ്മാരകങ്ങൾ, അതുപോലെ ലൈബ്രറികൾ, ഒരു മ്യൂസിയം പോലെയൊക്കെ ആഗ്രഹമുണ്ടോ? അതെ, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ്. നമ്മളിപ്പോൾ ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ തന്നെ കളക്ട് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം, ഒരു റെപ്പോസിറ്ററി എന്ന് ചെയ്യാൻ വിചാരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, പരിസ്ഥിതി അടക്കമുള്ള വിഷയങ്ങളിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ എല്ലാവർക്കും ഏത് സമയവും ആക്സസ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹമാണ് കുടുംബത്തിനുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. സംസ്ഥാന സർക്കാരുമായിട്ടും LDF ഒക്കെ കൂടിയാലും നടത്തുന്നത് അങ്ങനെ അത്ര കാര്യങ്ങളൊക്കെ തീർച്ചയായും ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ ചേർന്നിട്ട് അത് ചെയ്യുള്ളൂ. ഒരു വിപുലമായ ഒരു ക്യാമ്പസ് പോലെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അത് രൂപപ്പെട്ട് വരണം. അതിൻ്റെ ഒരു ആഗ്രഹങ്ങളാണല്ലോ അത് പറഞ്ഞത്. തീർച്ചയായും അത് തന്നെയാണ്. വി എസ് എന്ന മനുഷ്യനെ പുതിയ തലമുറ കൂടി പഠിക്കണം. അതിനുവേണ്ടിയൊരു മ്യൂസിയം പോലൊരു ക്യാമ്പസ് പോലെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ വി എസിൻ്റെ ഈ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വി എസിനെ ആദ്യ വിശ്രമം കൊടുക്കുന്ന ചുഴുകാട്ടിലെത്തി പുഷ്പാർച്ചന അർപ്പിക്കുകയും ചെയ്യും. ക്യാമറമാൻ ലയേഷിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1, ആലപ്പുഴ.